ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റ് UK എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 15 ഞായറാഴ്ച. കഴിഞ്ഞ സൺഡേ വീഡിയോ ചെയ്ത അവസരത്തിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് 24,677 എന്ന നിലയിലായിരുന്നു. ഈ ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 24,768 എന്ന നിലയിലാണ്. ഏകദേശം 90 പോയിന്റിന്റെ വീക്ക്ലി ഗെയിൻ ആണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള ഗെയിൻ ആണെങ്കിൽ കൂടി ശക്തമായ ചാഞ്ചാട്ടങ്ങൾ കണ്ട ഒരാഴ്ചയാണ് കടന്നുപോയത്. ആദ്യത്തെ 3 ദിവസങ്ങളിൽ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. വ്യാഴാഴ്ച ബ്രോഡർ മാർക്കറ്റും നിഫ്റ്റിയും ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ആകട്ടെ ഒരു ഫോൾസ് ബ്രേക്ക് ഡൗൺ നൽകി നിഫ്റ്റി 24,180 വരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ലൊരു ശക്തമായിട്ടുള്ള റാലിയാണ് കണ്ടത്. ക്ലോസ് ചെയ്തത് 24,768 എന്ന നിലയിലായിരുന്നു. 600 പോയിന്റിന്റെ റാലിയാണ് 24,180 നിന്ന് നിഫ്റ്റി നൽകിയത്. അപ്പൊ ഇതൊരു ഷോർട്ട് കവറിംഗ് റാലി ആയിട്ട് ആകാനാണ് സാധ്യത. നിഫ്റ്റി 24,850 മറികടക്കാനായാൽ ക്ലോസിംഗ് ബേസിസിൽ 25,000 25,200 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. FISന്റെയും DISന്റെയും ഫിഗർ നോക്കിയാൽ ഈ ആഴ്ച FIS ടോട്ടൽ ഒരു 228 കോടിയുടെ സെല്ലിങ്ങും DIS 2,878 കോടിയുടെ ബൈങ്ങുമാണ് നടത്തിയിട്ടുള്ളത്. ലാസ്റ്റ് സൺഡേ ഏത് സ്റ്റോക്കാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടിറ്റാഗർ റെയിൽ സിസ്റ്റം 1,190 പറഞ്ഞ സ്റ്റോക്ക് 1,357 വരെ പോവുകയുണ്ടായി. ഏകദേശം 14% ശക്തമായ റാലിയാണ് വെറും 5 ദിവസത്തിനുള്ളിൽ ഈ സ്റ്റോക്ക് നൽകിയത്. ഇപ്പോഴും 1,307 ക്ലോസ് ചെയ്തിരിക്കുന്നത്, 10% മുകളിൽ. അപ്പൊ കഴിഞ്ഞ സൺഡേ വീഡിയോയുടെ തംബ്നെയിൽ എന്തായിരുന്നു? റെയിൽ സ്റ്റോറി ഇനിയും ബാക്കിയെന്നായിരുന്നു. അപ്പോൾ ഈ ടിറ്റാഗർ റെയിൽ സിസ്റ്റം മാത്രമല്ല, മറ്റ് പല റെയിൽവേ സ്റ്റോക്കുകളും നല്ല പെർഫോമൻസ് ആണ് ഈ കഴിഞ്ഞ ആഴ്ച കാഴ്ചവെച്ചത്. ഈ അടുത്ത് പറഞ്ഞ മറ്റ് 2 സ്റ്റോക്കുകളായിരുന്നു ചമൻലാൽ സേഠി എക്സ്പോർട്സും നാറ്റ്കോ ഫാർമയും. ചമൻലാൽ സേഠി എക്സ്പോർട്സ് 346 രൂപയ്ക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 380 രൂപ വരെ പോയിണ്ടായി ഈ ആഴ്ച. അതിനുശേഷം 350 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാറ്റ്കോ ഫാർമ ആകട്ടെ 1,375 പറഞ്ഞ സ്റ്റോക്ക് 1,505 വരെ പോകുകയുണ്ടായി. അതിനുശേഷം 1,442 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് സെലക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ സമയം പാഴാക്കണ്ട കേട്ടോ. ഒരു ലൈക്ക് ഇപ്പൊ തന്നെ തന്നോളൂ. അതുകൂടാതെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ആവശ്യമാണ്. അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ എം സ്റ്റോക്കിന്റെ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോം ഒരു നല്ല ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ എം സ്റ്റോക്ക് ഒരു റെപ്യൂട്ടഡ് ഫൈനാൻഷ്യൽ ഗ്രൂപ്പായ മിറ അസറ്റിന്റെ ഒരു ബ്രോക്കിംഗ് ഫേമാണ്. മാത്രമല്ല ഇതൊരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയതും സെബി രജിസ്റ്റേർഡുമായ ഒരു സ്ഥാപനമാണ്. എം സ്റ്റോക്ക് നിങ്ങൾക്ക് 1 രൂപ പോലും ബ്രോക്കറേജ് കൊടുക്കാതെ ലൈഫ് ടൈം ട്രേഡ് ചെയ്യാനുള്ള അവസരമാണ് വെക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 999 പ്ലസ് GST ഒരു 1 ടൈം പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം 0 ബ്രോക്കറേജ് ആയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം വേറൊരു 999 പ്ലസ് GST അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ മെയിന്റനൻസ് ചാർജും ഫ്രീ ആക്കി തരും അവര്. 999 അടയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ പിന്നെ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും. എന്റെ അഭിപ്രായത്തിൽ 999 പ്ലസ് GST അടച്ചിട്ട് 0 ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആനുവൽ മെയിന്റനൻസ് ചാർജസ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം, അത് ഓപ്ഷണൽ മാത്രമാണ്. 15 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് എം സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വരുന്നുണ്ട്. ബ്രോക്കറേജ് ഇനത്തിൽ ഒരു വർഷത്തിൽ സേവ് ചെയ്തത് 145 കോടിയിലധികം രൂപയാണ് ഇവരുടെ കസ്റ്റമേഴ്സ് സേവ് ചെയ്തിരിക്കുന്നത്. ഇവർ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി നൽകുന്നുണ്ട്. 6.95% മുതലുള്ള ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഡസ്ട്രിയിൽ വളരെ കുറഞ്ഞൊരു ഇൻട്രസ്റ്റ് റേറ്റുകളിൽ ഒന്നാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി ഫീച്ചേഴ്സ് ആയ 1 ക്ലിക്ക് ഓർഡർ, വോയിസ് സെർച്ച്, പ്രീ ഡിസൈൻ ഇൻഡെക്സ് ബാസ്ക്കറ്റ് എന്നിവ എം സ്റ്റോക്കിൽ ലഭ്യമാണ്. സുഹൃത്തുക്കളെ, എം സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലുള്ള അപ്ഡേറ്റുകൾ, ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് വരുന്ന ഹിന്ദുസ്ഥാൻ കമ്പോസിറ്റ്സ് എന്ന സ്റ്റോക്കിലാണ്. 470 രൂപയിൽ നിന്ന് വെറും 2 ദിവസം കൊണ്ടായി സ്റ്റോക്ക് 648 വരെ പോയത്. അതായത് 38% റാലിയാണ് വെറും 2 ദിവസങ്ങൾക്കുള്ളിൽ ഈ അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്കായ ഹിന്ദുസ്ഥാൻ കമ്പോസിറ്റ്സ് നൽകിയത്. അതിനുശേഷം സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 580 എന്ന നിലയിലായിരുന്നു. നമ്മുടെ ആവറേജ് ബൈങ് പ്രൈസ് ആയിരുന്നു 545 രൂപ. അടുത്ത സ്റ്റോക്ക് ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന സ്റ്റോക്കാണ്. ഈ ഹോട്ടൽ വെസ്റ്റ് ബംഗാളിലും ജാർഖണ്ഡിലും പുതിയ ലൈസൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. 121 പറഞ്ഞ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 148 രൂപയ്ക്ക് അടുത്താണ്. അടുത്ത ന്യൂസ് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ എന്ന കമ്പനിയിലാണ്. ഈ കമ്പനി വെബ് ID ഗ്രൂപ്പുമായി ഒരു പാർട്ട്ണർഷിപ്പിനുള്ള ധാരണയായിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 372 എന്ന നിലയിലാണ്. അടുത്ത ന്യൂസ് ഗോദാവരി പവർ ആൻഡ് ഇസ്പാത്ത് എന്ന കമ്പനിയിലാണ്. ഇവർ ഗെയിലുമായിട്ട് 7 വർഷത്തേക്കുള്ള ഗ്യാസ് സപ്ലൈ അഗ്രിമെന്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 233 ലാസ്റ്റ് ക്ലോസിംഗ് ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
ഇനി ഈ ആഴ്ച ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റോക്കാണ് ഇന്ത്യൻ ഹോട്ടൽസ്. ഇന്ത്യൻ ഹോട്ടൽസ് 857 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. അടുത്ത സ്റ്റോക്ക് CDSL 1962 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. അടുത്ത സ്റ്റോക്ക് മറീൻ ഇലക്ട്രിക്കൽ 314 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. നെക്സ്റ്റ് കല്യാൺ ജുവലേഴ്സ് 786 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. പിന്നെ ബിർള മണി 248 രൂപയുടെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ഈ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 120 രൂപയ്ക്ക് അടുത്താണ്. ഫെബ്രുവരി 4 ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സ്റ്റോക്ക് ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. വെറും 11 മാസങ്ങൾക്കുള്ളിലാണ് ഈ സ്റ്റോക്ക് ഡബിൾ ആയിട്ടുള്ളത്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രോഡക്ട്സ് മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ പറയുന്ന സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ബൈയിങ് സെല്ലിംഗ് റെക്കമെൻഡേഷൻ അല്ല. അതുകൊണ്ട് നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യണം. അത് മാത്രമല്ല സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രോഡക്ട്സ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സ്റ്റോക്കാണ്. 2000 ഗുജറാത്തിൽ സ്ഥാപിതമായ ഈ കമ്പനി ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാഷേഴ്സ് നിർമ്മാതാക്കളാണ്. വാഷേഴ്സ് കൂടാതെ സോളാർ മൗണ്ടിംഗ് ക്ലിപ്സ്, ഫിനിഷിംഗ് ഷീറ്റ്സ്, പൈപ്സ് ആൻഡ് ട്യൂബ്സ് എന്നിവയും ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. മറീൻ, ഡിഫൻസ്, റെയിൽവേസ്, എയറോസ്പേസ്, വിൻഡ് മിൽസ്, ഓട്ടോമൊബൈൽസ് എന്നീ മേഖലകളിലാണ് ഇവരുടെ പ്രോഡക്റ്റ് പ്രധാനമായും വിൽക്കപ്പെടുന്നത്. ഇന്ത്യ, ജർമ്മനി, UK, സ്പെയിൻ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഈ കമ്പനിയുടെ വരുമാനത്തിന്റെ 81% വരുന്നത് ഡൊമസ്റ്റിക് ബിസിനസ്സിൽ നിന്നാണ്. 19% എക്സ്പോർട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. ഒരു സ്റ്റഡി ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ആണ് കമ്പനി കാഴ്ചവെക്കുന്നത്. സെയിൽസ് 298 കോടിയിൽ നിന്ന് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് 595 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 8 കോടിയിൽ നിന്ന് 31 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2024-25 ഇതുവരെ 769 കോടിയുടെ സെയിൽസും 40 കോടിയുടെ പ്രോഫിറ്റുമാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് വളരെ നല്ല റിസൾട്ട് ആയിരുന്നു. സെയിൽസ് ഇയർ ഓൺ ഇയർ 142 കോടിയിൽ നിന്ന് 230 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 8 കോടിയിൽ നിന്ന് 12 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ 93-നും 98-നും ഇടയ്ക്കുള്ള പ്രൈസ് ബാൻഡിൽ IPO ഇഷ്യൂ ചെയ്ത ഈ കമ്പനിയുടെ സ്റ്റോക്ക് ലിസ്റ്റിംഗിന് ശേഷം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 273ന്റെ ഹൈ ഹിറ്റ് ചെയ്തതിനു ശേഷം 197 രൂപയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വില നോക്കിയാലും സ്റ്റോക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 100%-ലധികം റിട്ടേൺ നൽകിയിട്ടുണ്ട്. 1047 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഫേസ് വാല്യൂ 10 രൂപയാണ്. 52 വീക്ക് ഹൈ 274 രൂപ, 52 വീക്ക് ലോ 107 രൂപ. സ്റ്റോക്കിന്റെ കറന്റ് PE ആണ് 26.4, ഇൻഡസ്ട്രി PE 29.9. ROC നോക്കിയാൽ 12.9ഉം ROE 17.3ഉമാണ്. EPS ലാസ്റ്റ് ഇയർ 6.4 ആണ്. ഡെറ്റ് 106 കോടിയുടെ കടമുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി 0.30 ആണ്. റിസർവ് ആയിട്ട് കമ്പനിക്ക് 289 കോടിയാണ് റിസർവ് ആയിട്ടുള്ളത്. പ്രൊമോട്ടർ പ്ലജിംഗ് ഇല്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കിയാൽ 50.7% പ്രൊമോട്ടർ ഹോൾഡിംഗും FIs ഹോൾഡിംഗ് 0.73%ഉം DIs ഹോൾഡിംഗ് 0.39%ഉമാണ്. DIs ഈ 0.39% ആഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ക്വാർട്ടറിലാണ്. നെഗറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കമ്പനി ഡിവിഡൻഡ് ഒന്നും ഇതുവരെ നൽകാൻ തുടങ്ങിയിട്ടില്ല. അതുകൂടാതെ പ്രൊമോട്ടർ 4.76% ഹോൾഡിംഗ് ലാസ്റ്റ് ക്വാർട്ടറിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ പേരാണ് രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടി പറയാം, രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് ആണ് 197 രൂപ. അപ്പൊ ഈ സ്റ്റോക്ക് ഞാൻ എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി പറയാണ്, ഇതൊരു സ്റ്റോക്ക് ബൈങ് റെക്കമെൻഡേഷൻ അല്ല. ഇന്നത്തേക്ക് ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച്. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.